നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോലികൾ, നിങ്ങൾ ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ജോലികൾ ഡെലിഗേറ്റ് ചെയ്യപ്പെടേണ്ടത് നിർബന്ധമായിട്ട് വരുന്ന കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്നതുമാണ് അല്ലേ. നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജോലികളും അവർക്ക് കൃത്യമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാറുണ്ട്. ഇത് എല്ലാ ബിസിനസ്സുകളിലും ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിലല്ല ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യേണ്ട ജോലിക്കാരൻ എപ്പോഴും ആ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഉടമയുടെ സഹായം തേടിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. നിങ്ങളുടെ പല ബിസിനസ്സുകളിലും നമ്മൾ ഇത് കാണാറുണ്ട്. എന്നാൽ റെസ്റ്റോറന്റ് ബിസിനസ്സുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം ഒരു റെസ്റ്റോറന്റ് നടത്തുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടറി നടത്തുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത്രയും ജീവനക്കാരെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഓരോ ജീവനക്കാരന്റെയും ജോലികളിൽ ബിസിനസ് ഉടമ ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ഉടമയുടെ അവസ്ഥ എന്തായിരിക്കും ഇല്ലേ. ഇത് സെൽഫ് എംപ്ലോയ്മെന്റ് ട്രാപ്പ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതൊരു ട്രാപ്പാണ്. കാരണം ആ ബിസിനസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ന് പല റെസ്റ്റോറന്റ് ബിസിനസ് ഉടമകളും ഉള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ഫാമിലിയോടൊപ്പം ഒരു കല്യാണത്തിന് പോവാനോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ എവിടെയെങ്കിലും ഒരു ടൂറ് പോവാനോ സാധിക്കാത്ത നിരവധി ബിസിനസ് ഉടമകൾ ഇന്ന് റെസ്റ്റോറന്റ് ബിസിനസ് മേഖലയിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ള വേർഡ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ ജോലി ഡെലിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ട്രെയിനേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണോ ഡെലിഗേഷൻ എന്ന് പറയുന്നത്? അല്ല. ഡെലിഗേഷൻ പൂർത്തിയാവണമെങ്കിൽ 5 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഒരു ഡെലിഗേഷൻ പൂർത്തിയാകണമെങ്കിൽ 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. 1, എന്താണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ എംപ്ലോയിയെ നിങ്ങൾ ബോധിപ്പിച്ചിരിക്കണം. അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചിരിക്കണം. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കഫേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടീ മേക്കർ ഉണ്ടാവും അല്ലേ. അപ്പൊ ഒരു ടീ മേക്കറെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ടീ മേക്കർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഈ ടീ മേക്കറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിരിക്കണം. അവിടെ എപ്പോഴും ഹോട്ട് വാട്ടർ ഉണ്ടായിരിക്കണം. അവിടെ മോർണിംഗ് എത്ര മണിക്ക് അവിടെ ഓപ്പൺ ചെയ്ത് ഈ ഹോട്ട് വാട്ടർ തയ്യാറാവണം ഇല്ലേ. അതേപോലെ ഈ ചായ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്? കാരണം ഓർഡർ വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ചായ മേക്ക് ചെയ്യണം? ചായ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണോ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം? ചൂടുവെള്ളം കൊടുക്കുക എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണോ? എന്താണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇദ്ദേഹം ചെയ്യണം എന്നുള്ളത് ബോധിപ്പിക്കണം. ഇദ്ദേഹം ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ബിസിനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇദ്ദേഹത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് ഈ ജോലി ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ബോധിപ്പിച്ചു. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ബോധിപ്പിച്ചു. എന്തുകൊണ്ട് ഇത് ചെയ്യണം, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അല്ല എങ്കിൽ പല സമയങ്ങളിലും ബിസിനസ്സിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും, അല്ലെങ്കിൽ ഈ ജോലികളിൽ വിട്ടുവീഴ്ചകൾക്ക് ആളുകൾ തയ്യാറാകും. അത് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതിന് നമുക്ക് തടസ്സം നേരിടും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടാതെ പോകും. കാരണം ഒരാൾ ചിലപ്പോൾ അവിടെ ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, ഇദ്ദേഹം ഇവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ മൊബൈൽ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ചായ എടുക്കുക.
അപ്പൊക്ക് അവിടുത്തെ കസ്റ്റമർ എന്തായിട്ടുണ്ടാവും, ഡിലേ ആയിട്ടുണ്ടാവും, ഇല്ലേ? അപ്പോ എന്തുകൊണ്ട് ഇദ്ദേഹം ഈ ജോലികൾ കൃത്യമായിട്ട് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായിട്ട് ഈ എംപ്ലോയിയെ നമ്മൾ ബോധിപ്പിച്ചിരിക്കണം. മൂന്നാമതായിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ജോലികൾ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇദ്ദേഹത്തിന് കൊടുക്കണം. സാധാരണഗതിയിൽ അത് കാണാറില്ല. ഒരു റെസ്റ്റോറന്റിലേക്ക് ഒരു ടീ മേക്കർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതാണ് ടീ മേക്കർ ഏരിയ, അവിടെ പോയിരുന്ന് ചായ അടിച്ചോളൂ എന്ന് പറയും. പക്ഷേ ഈ ടീ മേക്കർ കഴിഞ്ഞ 10 പ്രാവശ്യം ജോലി ചെയ്ത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് 10 തവണ 10 സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടുക. 10 സ്ഥലങ്ങളിലും ഇദ്ദേഹം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ടായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ ഹോട്ട് വാട്ടർ കിട്ടുന്ന സ്ഥലം വ്യത്യാസമായിരിക്കാം, പഞ്ചസാര എടുക്കുന്ന സ്ഥലം വ്യത്യാസമായിരിക്കാം, ടീ ഡസ്റ്റ് എടുക്കുന്ന സ്ഥലം വ്യത്യസ്തമായിരിക്കാം, അദ്ദേഹം കൊടുക്കുന്ന കപ്പ് വ്യത്യസ്തമായിരിക്കാം. ഇതൊക്കെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മളുടെ കൾച്ചർ, നമ്മളുടെ ബിസിനസ്സിലെ രീതി ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കണം. എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിൽ ഈ ജോലി പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലി ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കണം. ദെൻ അടുത്ത ഒരു പ്രധാന പോയിന്റ് ആണ് ഫോളോ അപ്പ് എന്നുള്ളത്. നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണം, എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഫോളോ അപ്പ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടാവും, ഇല്ലേ? എന്നാൽ ഒരു ബിസിനസ് ഉടമയുടെ അടുത്ത് വന്ന് ചിലപ്പോൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയോ പ്രയാസമോ ഒക്കെ ഉണ്ടാവും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്, അഥവാ ഫീഡ്ബാക്കിംഗ്. ഇദ്ദേഹത്തിൽ നിന്ന് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് എടുക്കണം. ഈ ജീവനക്കാരിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യണം, അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിക്കണം, എങ്ങനെയുണ്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ പെർഫെക്റ്റ് അല്ലേ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ, നിനക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് എടുക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പരിഹരിച്ചു കൊടുക്കുകയും വേണം. ഇത് ഡെലിഗേഷന്റെ ഭാഗമാണ്. ദെൻ അടുത്ത പോയിന്റ് ആണ് നമുക്ക് അതിലും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ദിസ് ഇസ് സെൽ ഇറ്റ് എന്നുള്ള പോയിന്റ് ആണ്. നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് വിൽക്കും പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട, ഒരു ബിസിനസ് ഉടമ ചെയ്യേണ്ട ഒരു ജോലി മറ്റൊരാൾക്ക് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ അതിനെന്ത് വേണം? അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ വേണം. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും, ചെയ്താൽ എനിക്ക് ഇങ്ങനെയൊക്കെ ലഭിക്കും, ഇന്ന ബെനിഫിറ്റുകൾ എനിക്കുണ്ട് എന്നുള്ള ഒരു തോന്നല് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇതിനാണ് നമ്മൾ ഇൻസെന്റീവ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ഇവരുടെ ജോലിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കറിയാം, ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ഹൈ പെർഫോമിംഗ് ആയിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിയിൽ വളരാനുള്ള അവസരമുണ്ട്, എനിക്ക് കൂടുതൽ റവന്യൂ നേടാനുള്ള അവസരമുണ്ട് എന്ന് ഇദ്ദേഹം ബോധ്യപ്പെടുന്നതോടുകൂടി ഇദ്ദേഹം ഈ ജോലിയെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പവർഫുൾ ആയിട്ട് ചെയ്യുന്നതിലേക്ക് പോകും. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകേണ്ടത്. 1, എന്താണ് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക. എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഫീഡ്ബാക്കിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യുക. അവർക്ക് ഈ ജോലി ചെയ്യുന്നതോടുകൂടി വിജയിക്കുവാനുള്ള വലിയ അവസരം കിട്ടും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക. ഈ 5 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ഒരു ജീവനക്കാരിലേക്ക് നിങ്ങളുടെ ജോലിയെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ജീവനക്കാരന്റെ ആ ജോലിയിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു അവസ്ഥയും നിങ്ങൾക്ക് വരില്ല.